ട്രാവലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ പോസിറ്റീവ് എനർജി വെച്ചുകൊണ്ട് ഞാൻ മെല്ലെ അങ്ങനെ താഴോട്ട് ഇറങ്ങി. സ്റ്റേഷനിൽ താഴോട്ട് വരുമ്പോഴും ഒറ്റ വണ്ടികളും ഉണ്ടായിരുന്നില്ല വഴിയിൽ. ആകെ കാണാനുണ്ടായിരുന്നത് കുറച്ച് തേയില കയറ്റി വരുന്ന വണ്ടികളും അതുപോലെ തേയിലത്തോട്ടത്തിലെ പണിക്കാരും മാത്രമായിരുന്നു. നമുക്കിനി താഴോട്ട് പോയിട്ട് നമ്മുടെ രാവിലെ കണ്ട ആ കൃഷിത്തോട്ടം ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി കാണണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ചതുരംഗപ്പാറ പോകാനാണ് പ്ലാൻ. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ അണ്ണൻ അവിടെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പുള്ളിയുടെ കടയുടെ തൊട്ട് സൈഡിൽ ഒരു അമ്മൻ്റെ പ്രതിഷ്ഠയുണ്ട്. അത് പുള്ളിയുടെ കാരണന്മാരായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചാന്ന് തോന്നുന്നു. കുറച്ച് നേരം പുള്ളിയുടെ പൂജയും പ്രാർത്ഥനയൊക്കെ കണ്ടതിന് ശേഷം ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി. നമ്മൾ നേരത്തെ കണ്ട ചായ കുടിച്ച അണ്ണൻ്റെ ചായക്കട താഴെ കാണുന്നതാണ്. നേരെ താഴെയാണ് ഈ കൃഷിത്തോട്ടം. നല്ല സൂപ്പറായിട്ട് ചേച്ചിമാരവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. എന്ത് കൃഷിയാ ചേച്ചി? ധനിയാ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ മല, ഒരു ചെറിയൊരു അരുവി വരുന്നുണ്ട്. ഇവിടെ സൈഡിൽ കൃഷി. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, കൊറോണ ആയതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോകുന്നത് അവർക്കും സേഫല്ല, നമുക്കും സേഫല്ല. ഇത് ഇവളും ഹൈറ്റ് தான் வருமா? இன்னும் ஹைட் வராதா? இவ்வளோ தான் வருமா? இப்போ இப்போ நீங்கள் களை எடுக்கிறீங்களா? ஓ, இப்படி பார்த்தா நிறைய இருக்குது. ஆமாம் ஆமாம், பகுதியோட ஜாஸ்தி களை தான் இருக்கிற மாதிரி தெரியுது. ഇതപ്പോൾ വെയിൽ വന്നപ്പം വേറൊരു കാഴ്ചയാണ്. മറ്റേ മൂടി നിന്നൊരു മോഡലല്ല. ഇപ്പോൾ അവർ തേയിലൊക്കെ നുള്ളിയിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ കൂടെ ഇറങ്ങി നോക്കിയതാ. ഇതാ തേയില തിരിച്ചു കൊണ്ടുപോകും അവർ. എന്താ ചായ ബ്രേക്ക് ആണെന്നാണ് പറഞ്ഞത്, ടീ ബ്രേക്ക്. അവിടെ നല്ല ആൾക്കാർ കയറി വരുന്നുണ്ട്. കൃഷിസ്ഥലങ്ങളുടെ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പറ്റാത്തതുകൊണ്ട് അധികം നേരം ഞാൻ അവിടെ നിന്നില്ല. അവിടെ നിന്ന് നേരെ തിരിച്ച് മൂന്നാറിലേക്ക് തന്നെയാണ് ലക്ഷ്യം. ഞാൻ വെറുതെ ഒന്നുകൂടെ കയറിയതാണ്. കുണ്ടല ഡാമാണ്. ഇവിടെ എന്തെങ്കിലും കാര്യമായിട്ട് കാഴ്ചകളുണ്ടോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് പോകണം നമുക്ക്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഡാമിന്റെ അടുത്തുള്ള കടകളും അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. വളരെ കുറച്ചൊരു കുറിച്ചുകൾ മാത്രമേ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടിനി പോയിട്ട് കൂടുതലൊന്നും കാണാനുണ്ടാവുമെന്ന് തോന്നാത്തതുകൊണ്ട് ഞാൻ നേരെ അവിടെ നിന്ന് തന്നെ വണ്ടി തിരിച്ചു. ഒരു ഷട്ടർ തുറന്നുണ്ടല്ലേ? ഒരു ഷട്ടർ തുറന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരെണ്ണേ തുറന്നിട്ടുള്ളൂ, അപ്പുറത്തുള്ളതൊക്കെ വെറുതെ ചെറുതായിട്ട് വെള്ളം പോകുന്നുള്ളൂ.
വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.